മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ മന്നം ആത്മാഭിമാന സദസ്സുമായി ഒരു വിഭാഗം മുൻ NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിൽ വൈക്കത്ത് ഇന്ന് വൈകുന്നേരമാണ് പരിപാടി. NSSനെ ഇല്ലാതാക്കുന്ന നടപടികളാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. NSS ഡയറക്ടർ ബോർഡ് മുൻ അംഗം ഡോക്ടർ CR വിനോദ് കുമാർ, മുൻ പ്രതിനിധി സഭാംഗം നവകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പരിപാടി. നവംബർ 8-ാം തീയതി വൈക്കത്ത് ആത്മാഭിമാനികളായ നായർ സമുദായ അംഗങ്ങൾ ഒത്തുചേരുകയാണ്. നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള മഹാവടവൃക്ഷം രൂപമെടുത്തത് തന്നെ മന്നത്ത് പത്മനാഭന്റെയും കെ കേളപ്പന്റെയും MV മന്മഥന്റെയും വൈക്കം വേലപ്പന്റെയും ഒക്കെ ജീവരക്തം വലിച്ചെടുത്തുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനത്തിന്റെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ അവരുടെ കർമ്മ കൗശലമാണ് നായർ സർവീസ് സൊസൈറ്റി. എന്നാൽ കഴിഞ്ഞ 35 വർഷമായി ഈ സംഘടന കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അപജയം നേരിടുകയാണ്. എല്ലാ തരത്തിലും എല്ലാ രംഗങ്ങളിലും അപജയം നേരിട്ടുകൊണ്ടും അപകർഷത ഏറ്റുവാങ്ങിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ 4 കോടി രൂപയുടെ ആസ്തികളുള്ള ഈ നായർ സർവീസ് സൊസൈറ്റിയെ രക്ഷിക്കണമെങ്കിൽ യുവജനങ്ങൾ മുന്നോട്ടിറങ്ങണം. നമ്മളുടെ കുട്ടികളെല്ലാം ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേശാന്തരങ്ങളും ലോകവും വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു കമ്പനിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഭാരതത്തിൽ വരുന്ന നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുന്നതായ നിയമങ്ങളാണ്. പാർലമെന്റ് പാസാക്കുന്ന കമ്പനി നിയമം ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് സർ CPയുടെ കാലഘട്ടത്തെ കമ്പനി നിയമമാണ് ബാധകം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയെ തീർത്തും നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നതിനെതിരെയാണ് ഈ സമ്മേളനം. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ കൂടുതൽ ശക്തി പ്രാപിച്ച ആഭ്യന്തര കലഹമാണ്. ഇത് കൂടുതൽ വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ജി സുകുമാരൻ നായർ തലസ്ഥാനത്ത് നിന്ന് മാറണം എന്നതടക്കമുള്ള വലിയ ആവശ്യങ്ങളാണോ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും ആര്യ, അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചില മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നു. അവർ ചൂണ്ടിക്കാട്ടുന്നത് കമ്പനി നിയമപ്രകാരമാണ് NSS പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ആ നിലയിലല്ല. മുഴുവൻ നിയമങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് എന്നാണ് ഡോക്ടർ CR വിനോദ് കുമാർ സംസാരിച്ചത്. അതായത് ഇത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ജി സുകുമാരൻ നായർ അഴിമതി നടത്തുന്നു, സ്വജനപക്ഷപാതം നടത്തുന്നു, അങ്ങനെ വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ നേതൃത്വം മാറി യുവാക്കൾ നേതൃത്വത്തിലേക്ക് വരണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. സവർണ ജാഥയുടെ മണ്ണാണ് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ നയിച്ച് ചരിത്രം നേടിയിട്ടുള്ള മണ്ണാണ് വൈക്കം. അതുകൊണ്ട് തന്നെ വൈക്കത്ത് തുടങ്ങുകയാണ് NSS സ്വാഭിമാന സദസ് എന്ന പേരിൽ. ഫലത്തിൽ നേരത്തെ NSS വിമോചന യാത്ര ചങ്ങനാശ്ശേരിയിലേക്ക് നടത്തിയിരുന്നു. ഒരു ചെറിയ കൂട്ടം ആളുകൾ, ഏതാണ്ട് 50-ൽ താഴെ ആളുകളായിരുന്നു. അത് എറണാകുളത്തു നിന്നുള്ള ആളുകളായിരുന്നു അന്നെത്തിയത്. ഇത് ഇപ്പോൾ വൈക്കം മേഖലയിലുള്ള നിരവധി ആളുകൾ, വൈക്കത്തു നിന്നുള്ളവർ മാത്രമല്ല, കോട്ടയം ജില്ലയുടെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മുൻ പ്രതിനിധി സഭാംഗം നവകുമാരൻ നായർ, ഒപ്പം തന്നെ ശബരിമല മുൻ PRO അയർകുന്നൻ രാമൻ നായർ, അങ്ങനെ പലരും പങ്കെടുക്കുന്നുണ്ട്. കുമ്പഴ, പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ കരയോഗം പ്രസിഡന്റ്, അങ്ങനെ ഇപ്പോൾ ചുമതലയുള്ള ചിലർ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒരുപക്ഷെ NSSനെതിരെ ഇത്രയും ശക്തമായ പ്രതിഷേധങ്ങൾ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. തെരുവുകളിലേക്ക് സമരങ്ങൾ, പ്രതിഷേധ സംഗമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതും ചില കാതലായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കമ്പനി നിയമപ്രകാരമല്ല NSS പ്രവർത്തിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നിയമപരമായ സാധ്യത പോലും നിലവിലത്തെ പ്രവർത്തന രീതിക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ സംഘാടകർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ബോട്ടുചെട്ടി കവലയിലാണ്, വൈക്കം ബോട്ടുചെട്ടി കവലയിലാണ് ഈ സംഗമം നടക്കുന്നത്. ഈ നിരവധി ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംഗമമാണ്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഒരു സംഗമം നടത്താനുള്ള ശ്രമം തന്നെയാണ് അവർ ഇപ്പോൾ അതിന്റെ ശ്രമവുമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും NSS നേതൃത്വം ഇത്തരം പ്രതിഷേധങ്ങളോട് ഇതുവരെ ഒന്നും പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ വീണ്ടും തുടരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുകൂടി ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. NSS ആകട്ടെ ഏതാണ്ട് സർക്കാർ അനുകൂല നിലപാട് ശബരിമല വിഷയത്തെ തുടർന്ന്, അയ്യപ്പ സംഗമത്തെ തുടർന്ന് എടുക്കുന്ന രീതി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും മന്നം ജയന്തിക്ക്
നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കൂടി ചുമത്തി പൊതു അവധി പ്രഖ്യാപിച്ചതിലുള്ള അഭിനന്ദനം അറിയിച്ച് സർക്കാരിന് കത്ത് നൽകുന്നു. അതാണ്ട് സർക്കാർ അനുകൂല നിലപാട് പൂർണ്ണമായും എടുക്കുന്നുണ്ട്. അതിനിടെയാണ് അതിനുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ പലയിടത്തായി പല വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഇതിനെതിരെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം.